ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമുക്ക് റെക്ടിഫയർ എന്ന ടോപ്പിക്കിനെ പറ്റി നോക്കാം. റെക്ടിഫയർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്ന ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക സാധനങ്ങൾക്കും അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കറണ്ട് ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എപ്പോഴും ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. നമുക്ക് സപ്ലൈ ആയിട്ട് കിട്ടുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കുന്ന ഒരു സർക്യൂട്ട് ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലും അല്ലെങ്കിൽ അത് ആവശ്യമുള്ള ഇലക്ട്രോണിക് ഡിവൈസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് യൂസ് ചെയ്തിട്ടാണ് PN ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്പ് റെക്ടിഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ 2 ടൈപ്പ് റെക്ടിഫയേഴ്സ് ആണ് നമുക്കുള്ളത്. അതിലൊന്ന് മൂന്നാമതൊരു ടൈപ്പും കൂടി ഉണ്ട്, പക്ഷേ അത് രണ്ടാമത്തതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷനാണെന്ന് മാത്രം. ഇപ്പോൾ 2 ടൈപ്പ് റെക്ടിഫയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയും, രണ്ടാമത്തത് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയും. അപ്പോൾ 2 രീതിയിലാണ് ഈ റെക്ടിഫയർ ഉള്ളത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും രണ്ടാമത്തത് ഫുൾ വേവ് റെക്ടിഫയറും. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് AC ആണ്. അപ്പോൾ ACയെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയൊരു വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഒരു ഡയോഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റെക്ടിഫയേഴ്സ് ആണ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സൈക്കിൾസ് ഉണ്ടാവും. പോസിറ്റീവ് സൈക്കിൾസ് ഉണ്ടാവും, നെഗറ്റീവ് സൈക്കിൾസ് ഉണ്ടാവും. അതിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു പോസിറ്റീവും ഇവിടെ ഒരു നെഗറ്റീവും ആയിട്ട്, മേലത്തെ പോർഷനിൽ പോസിറ്റീവും താഴത്തെ പോർഷനിൽ നെഗറ്റീവായിട്ട് വരുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സിറ്റുവേഷനിൽ ഡയോഡ് D എന്ന് പറയുന്നത് ഫോർവേഡ് കണ്ടീഷനിലാണ്. ആ സമയത്ത് നമ്മൾ ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോൾട്ടേജ് നമുക്ക് പുറത്തേക്ക് കണ്ടക്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ സപ്പോസ് ഇത് നമ്മുടെ വേവ് ഫോം എങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ആ ഡയോഡ് ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ ആ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പൊളാരിറ്റി റിവേഴ്സ് ആവുകയും നമ്മളെ ഡയോഡ് റിവേഴ്സ് കണ്ടീഷനിലേക്ക് വരികയും ചെയ്യും. റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഡയോഡ് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. ആ കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ പോർഷനകത്ത് നമുക്കൊരു 0 വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും, അപ്പോൾ ഡയോഡ് ഫോർവേഡ് കണ്ടീഷനിലാവും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും, ഡയോഡ് റിവേഴ്സ് കണ്ടീഷനിലാവും. അങ്ങനെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സിറ്റുവേഷനിലും നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയാസിങ് ആവുകയും അവിടെ ഒരു കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. അതേപോലെ ഓരോ നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയത്തും അവിടെ ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലാവുകയും അത് കണ്ടക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് DC ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു DC സപ്ലൈ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അതായത് ഹാഫ് സൈക്കിൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള DC ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ VDC എന്ന് പറയുന്നത് DC വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് AC സർക്യൂട്ട് ആണെന്നുകൊണ്ട് നമ്മൾ ആവറേജ് വാല്യൂ പറയുമ്പോൾ 0.318 V ഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 0.318 എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ സൈക്കിളിൽ ഒരു ആൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.637 ആണ് ഫുൾ സൈക്കിളിൽ. അപ്പോൾ ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് /2 ആണ് വരും. നമുക്ക് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഹാഫ് സൈക്കിളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇത് 0.318 എന്ന് പറയുന്നത്. 0.316 or 7 അങ്ങനെ ഒക്കെയാണ് വരിക. 0.318 റൗണ്ട് ഓഫ് ചെയ്ത് പറയും. അപ്പോൾ 0.318 V ഫേസ് ആണ് നമുക്കൊരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന DC വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ RMS വാല്യൂയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ V ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMSലേക്ക് മാറ്റുന്ന സമയത്ത് VRMS ഡിവൈഡഡ് ബൈ 0.707 ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.45 VRMS, വിച്ച് മീൻ DC വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0.45 VRMS എന്നാണ് കിട്ടുക. RMS വാല്യൂയുടെ അപ്രോക്സിമേറ്റ്ലി 50%. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുള്ളൂ. 50% ഔട്ട്പുട്ട് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? കിട്ടുന്നുള്ളൂ. ഇനി റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന
ഡി സിയുടെ ഫ്രീക്വൻസിയാണ് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എടുക്കുകയാണെങ്കിൽ ഈ റെക്ടിഫൈഡ് പൾസേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളെ എ സി സൈക്കിളിൻ്റെ അതേ ഫ്രീക്വൻസിയാണ് ആർക്കുള്ളത്, ഈ പറയുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസിക്ക് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ റിപ്പിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി. എത്രയാണോ ആ ഇൻപുട്ടിൽ ഉണ്ടായിരുന്ന സപ്ലൈ, ആ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വലാണ് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ? ഇതും ഓർത്തിരിക്കുക. അതേപോലെ ഒരു കാര്യം കൂടെ നമുക്ക് അറിയാനുണ്ട്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഈ 3 കാര്യങ്ങളാണ് ഒരു റെക്ടിഫയറിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയേണ്ടത്. ബാക്കി റെക്ടിഫയറിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ സിംപ്ലി നിങ്ങൾ ചെറുപ്പം മുതൽ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്, ജസ്റ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ 3 കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഔട്ട്പുട്ട് വോൾട്ടേജ്, റിപ്പിൾ ഫ്രീക്വൻസി, അതേപോലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ്? റിവേഴ്സ് ബയാസിൽ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഏത് വോൾട്ടേജ് ആണ്? ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലേക്ക് പുറത്തേക്ക് വരുന്ന വോൾട്ടേജ് ആണ്, ഇവിടെയുള്ള വോൾട്ടേജ് ആണ്. അത് എത്രയായിരിക്കും? വി ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ വി പീക്കാണ്, ഇൻപുട്ടിൻ്റെ വി പീക്കാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ 3 കാര്യങ്ങൾ. ക്ലിയർ? അപ്പോൾ ഈ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാഫ് സൈക്കിളിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അത് നമുക്ക് അത്ര കൺവീനിയൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സൈക്കിളിലും ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള റെക്ടിഫയറിനെ ഡിസൈൻ ചെയ്യുന്നു. ആ റെക്ടിഫയറിനെയാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തും. എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഡയോഡ് യൂസ് ചെയ്ത സമയത്താണ് നമുക്ക് എന്ത് ചെയ്തത്, ഒരു സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടാത്ത നെഗറ്റീവ് സൈക്കിളിലും നമുക്കൊരു ഇതും കൂടെ നമുക്ക് വേണമെന്ന് വിചാരിക്കാം. നെഗറ്റീവ് കിട്ടാത്ത ഒരു സൈക്കിളിലും കൂടെ നമുക്ക് ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഡയോഡിനെ യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ടാപ്പിംഗ് എടുത്തിട്ട് ഇവിടെ ലോഡ് കണക്ട് ചെയ്ത് ഒരു ഡയോഡിനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വർക്ക് ചെയ്യുന്ന രീതിയിലും മറ്റൊരു ഡയോഡിനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വർക്ക് ചെയ്യുന്ന രീതിയിലും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന റെക്ടിഫയറിനെ പറയുന്ന പേരാണ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് 2 ഡയോഡ് ഉണ്ട്. ഇതിനകത്ത് D1 D2 2 ഡയോഡ് ഉണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും, മറ്റേ ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നേരത്തെ ഫോർവേഡ് ആയാൽ റിവേഴ്സ് ആവും, ഇപ്പോൾ നേരത്തെ ഫോർവേഡ് ആയാൽ റിവേഴ്സ് ആവും, റിവേഴ്സ് ആയാൽ ഫോർവേഡ് ആവും. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരിക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഡയോഡ് D2 എന്ന് പറയുന്ന ഡയോഡ് എന്താവും, ഫോർവേഡ് കണ്ടീഷനിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 സൈക്കിളും പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും നമുക്ക് എന്ത് കിട്ടും, റെക്ടിഫൈഡ് ആയിട്ടുള്ള ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഡയോഡ് അറ്റ് എ ടൈം കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതിനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന് VDC, ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നേരത്തെ ഡബിൾ ആണ്. കാരണം എന്താ, നമുക്ക് 2 സൈക്കിളിലും ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ 2 സൈക്കിളിലും ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡബിൾ വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുക. നേരത്തെ നമുക്ക് കിട്ടിയ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.45 VRMS ആയിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 0.9 VRMS ആയിരിക്കും. RMS വാല്യൂടെ 0.9 ടൈംസ് ആയിരിക്കും എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ റിപ്പിൾ ഫ്രീക്വൻസിയുടെ കേസ് പറഞ്ഞിരുന്നു. റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരുന്നു. പക്ഷേ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ അത് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ 2 മടങ്ങാണ്, അല്ലെങ്കിൽ 2 ടൈംസ് ആണ്. കാരണം ഇവിടെ നമുക്ക് 2 സൈക്കിളിലും ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നേരത്തെ ഡബിൾ ആണ്. സോ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡബിൾ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെയുള്ള വോൾട്ടേജും വരും, ഇവിടെയുള്ള വോൾട്ടേജും വരും. V + V ദാറ്റ്സ് ഈക്വൽ ടു 2V, 2 ടൈംസ് പീക്ക് വോൾട്ടേജ്. 2 ടൈംസ് ഇൻപുട്ട് പീക്ക് വോൾട്ടേജിന്റെ ആയിരിക്കും നമുക്ക് എവിടെ വരുന്നത്, ഒരു ഫുൾ വേവ് സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ കേസിനകത്ത് വരുന്നത്. റൈറ്റ്. അപ്പോൾ ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ, സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഈ ഒരു സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിന് പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്.
ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ടാപ്പിംഗ് ആ ട്രാൻസ്ഫോമറിലുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആകും. അതുകൊണ്ട് ട്രാൻസ്ഫോമർ എക്സ്പെൻസീവ് ആണ്. ഒന്നാമത്തെ പ്രശ്നം. ട്രാൻസ്ഫോമർ എക്സ്പെൻസീവ് ആണെന്ന് മാത്രമല്ല, ആ ട്രാൻസ്ഫോമർ ലാർജ് സൈസാണ്. അതിൻ്റെ സൈസ് നമ്മുടെ നോർമൽ ട്രാൻസ്ഫോമറിനേക്കാളും കൂടിയ സൈസാണ് ഉണ്ടാവുക. റെഡി? അപ്പോൾ അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിന് പകരം 4 ഡയോഡ് ബ്രിഡ്ജ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഫുൾ വേ റെക്ടിഫയറിനെയാണ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയും. ഇത് ആക്ച്വലി ഒരു മൂന്നാമത്തെ ടൈപ്പ് റെക്ടിഫയർ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഫുൾ വേ റെക്ടിഫയറിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ മോഡിഫിക്കേഷനാണ്. സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ നമ്മൾ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയതുകൊണ്ട് ആ ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു 4 ഡയോഡുകൾ ബ്രിഡ്ജായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു റെക്ടിഫിക്കേഷൻ ചെയ്യും. അപ്പോൾ 4 ഡയോഡിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇവിടെ ഡയോഡിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് 2 ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് മറ്റേ 2 ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ഞാൻ ഇവിടെ ലോഡ് ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ ഡയോഡും കണ്ടക്ട് ചെയ്യുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ ഡയോഡും കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കേസ് എവിടെ വരുന്നില്ല, ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് വരുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇനി നേരത്തെ ഇതേ പറഞ്ഞ പോലെ തന്നെ ഇതും ഫുൾ വേ റെക്ടിഫയർ തന്നെയാണ്. ഫുൾ വേ റെക്ടിഫയർ തന്നെ ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് DC വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.9 RMS തന്നെയായിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2f തന്നെയായിരിക്കും, അതിനും മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് മാറുന്നു. കാരണം നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നേരത്തെ 2V വന്നത് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തില്ല, സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഇല്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെയാണ് ഡയറക്റ്റ് ഫേസ് വോൾട്ടേജ്, അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ്. ഡയറക്റ്റ് ആ പീക്ക് വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അല്ലെങ്കിൽ പീക്ക് ഇൻവേഴ്സ് ആയിട്ട് കണക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ വേ റെക്ടിഫയറിൽ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. ഡയോഡിനെ ക്രോസ് വരുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിനകത്താവുന്ന സമയത്ത് 2 times വി പീക്കും ബ്രിഡ്ജ് റെക്ടിഫയർ ആവുന്ന സമയത്ത് അത് വി മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാഫ് വേ റെക്ടിഫയർ പോലെ തന്നെയാണ് അവിടെ ഉണ്ടാവുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫുൾ വേ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയറും സെൻറ്റർ ടാപ്പ് റെക്ടിഫയറും ഒരേപോലെ തന്നെയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ റിപ്പിൾ ഫ്രീക്വൻസി ആയിക്കോട്ടെ, അത് രണ്ടും സെയിം ആണ്. പക്ഷേ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് റെക്ടിഫയറിനെ പറ്റി നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. റെക്ടിഫയറിനെ പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്ന് ഞാൻ സമ്മറൈസ് ചെയ്യുന്നു. അതായത് നമുക്ക് 3 ടൈപ്പിൽ വരുന്നു. ഒന്ന് ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ. ഹാഫ് വേ റെക്ടിഫയറിനകത്ത് നമ്മൾ ഒരു ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ വേ റെക്ടിഫയറിനകത്ത് 2 ഡയോഡും ഒരു സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറുമാണ് യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് നമുക്ക് സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നില്ല, പകരം അവിടെ നമ്മൾ 4 ഡയോഡ് യൂസ് ചെയ്തിട്ടാണ് റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഹാഫ് വേ റെക്ടിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓരോന്നിൻ്റെയും ഹാഫ് വേ റെക്ടിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.45 times VRMS ആണ്. ഫുൾ വേ റെക്ടിഫയർ ആവുന്ന സമയത്ത് അത് 0.9 times VRMS ആവും. അല്ലെങ്കിൽ ആവറേജ് വാല്യൂൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ 0.316ഉം ഇവിടെ ഇപ്പോൾ തന്നെ 0.637ഉം. റൈറ്റ്. ദെൻ ഇനി നമുക്ക് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹാഫ് വേ റെക്ടിഫയറിൻ്റെ കേസിൽ സപ്ലൈ ഫ്രീക്വൻസിക്ക് സെയിം ആണ്, ബട്ട് ഫുൾ വേ റെക്ടിഫയറിൻ്റെ കേസിൽ അത് 2 times സപ്ലൈ ഫ്രീക്വൻസിയാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിനും ഇത് സെയിം തന്നെയാണ്, ഈ പറഞ്ഞ 2 കാര്യങ്ങളും. മൂന്നാമത് പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേ റെക്ടിഫയറിൻ്റെ കേസിൽ V ആണ്, ഫുൾ വേ റെക്ടിഫയറിൻ്റെ കേസിൽ 2V ആണ്. പക്ഷേ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ അത് വീണ്ടും എന്തായി മാറുന്നു, V ആയിട്ട് മാറുന്നു. ഇത് വെച്ചൊരു പക്ഷേ പ്രോബ്ലം ചോദിക്കാം. കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ സാധനം, ഈ പറഞ്ഞ റിപ്പിൾ ഫ്രീക്വൻസി അത് ഹാഫ് വേവ് ആണോ ഫുൾ വേവ് ആണോ, 3 phase ആണോ 2 ആകുന്നു വരുന്നത്. 3 phase ആവുന്ന സമയത്ത് ഇത് 6 times ആവും. കാരണം ഒരു ഫേസിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറയുന്നത്. 3 phase ആവുന്ന സമയത്ത് നമുക്ക് 3 phase ഉണ്ട്. അപ്പോൾ 3 into 6 phase, 3 into 2, 6 times the supply frequency. അങ്ങനെയാണ് ഒരു റെക്ടിഫയറിൻ്റെ ഫ്രീക്വൻസി, റിപ്പിൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അത് ചോദിക്കാറുണ്ട്, DC വോൾട്ടേജ് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ വാല്യൂസ് വെച്ച് ഈ പറഞ്ഞ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റെക്ടിഫയറിൻ്റെ കേസിൽ അറിയേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റെക്ടിഫയറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് റെക്ടിഫയർ കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഈ പറഞ്ഞ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ DC ഡയറക്റ്റ് കറണ്ട് ആക്കിയതിനെ
നമുക്കതിനെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാൻ പറ്റും. അവിടെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ആ ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ് ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.